നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കാസർഗോഡ് ജില്ലയിലെ മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി ആർ ഷെട്ടി, കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മീഞ്ച ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി ആർ ഷെട്ടിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീമതി സുന്ദരി. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണല്ലോ. കൃഷിക്കായി എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? കൃഷിക്ക് വേണം നമ്മള് കൃഷി സബ്സിഡി, മറ്റേ എല്ലാ തരക്കാരി കൃഷി, നെല്ല് കൃഷി, മറ്റേ കങ്ങു കൃഷി, തെങ്ങ് കൃഷി, ഇതെല്ലാം ദൈവം സബ്സിഡി കൊടുക്കും. മറ്റേ മെഷീനറി, ടില്ലറ്, എല്ലാം പമ്പ് സെറ്റ് എല്ലാം കൊടുക്കും. പശു വളർത്തൽ, കോഴി വളർത്തൽ എന്നിവയ്ക്കായിട്ടുള്ള ഈ കോഴികളെ എല്ലാം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ലേ നിലവിൽ നടപ്പിലാക്കി വരുന്നത്? അതെ, കോഴി വളർത്തലുണ്ട്, പിന്നെ ആട് വളർത്തല്, പശു വളർത്തല്, അതെല്ലാം കൊടുക്കും. തീർച്ചയായും കാർഷിക മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണ രംഗത്തും വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹരിത കർമ്മ സേനാംഗങ്ങൾ, MCFകൾ ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ പഞ്ചായത്തിലെ 30 പേര് ഹരിത കർമ്മ സേനക്കാരുണ്ട്. അവർക്ക് ഓരോ വാർഡിൽ 4 മിനി MCF ഉണ്ട്, അതേപോലെ MCF ഉണ്ട്. അവർ ഒരു ദിവസവും എല്ലാ പ്രവർത്തനം ചെയ്ത് നമ്മുടെ പഞ്ചായത്ത് അത്ര ശുദ്ധമായ പഞ്ചായത്തായിട്ട് മാറിപ്പെട്ടിട്ടുണ്ട്. നമ്മള് ഒരു ദിവസത്തേക്ക് നമ്മള് ഒരു മാസത്തില് 10 ആളെ വെച്ചിട്ട് 20 ദിവസം എല്ലാരും പഞ്ചായത്ത് ക്ലീൻ ചെയ്ത് നല്ല മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഹരിത കർമ്മാംഗ സേനാംഗങ്ങളുണ്ട് നിലവിൽ? 30 പേരുണ്ട്. 30 പേരുണ്ട്. അപ്പോൾ എത്തരത്തിലാണ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എത്തരത്തിലാണ് നടപ്പിലാക്കുന്നത്? MCFകളും മിനി MCFകളും എല്ലാം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എല്ലാം സാധിച്ചിട്ടുണ്ട്. ഒരേ വാർഡിൽ 4 മിനി MCF വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റോഡിന്റെ നവീകരണം എത്രത്തോളം നടപ്പിലാക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? റോഡ് എല്ലാം നമ്മള് 100% റോഡുകൾ എല്ലാം നമ്മുടെ വാർഡിൽ നല്ല രീതിയിൽ. ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ നവീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മീഞ്ച ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ തെരുവ് വിളക്കുകളെല്ലാം തന്നെ സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? തെരുവ് വിളക്കും ആയിട്ടുണ്ട്. എല്ലാ വാർഡിലും തെരുവ് വിളക്കും. ക്യാമറകളൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ക്യാമറകൾ ചില റോഡിലേക്ക് പാടില്ല, മറ്റെല്ലാ ക്യാമറകളും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഗതാഗതം, റോഡ് സംവിധാനങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിലാക്കാനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ പൂർണ്ണമായും തെരുവുവിളക്കുകളെല്ലാം തന്നെ സജ്ജീകരിക്കാൻ പഞ്ചായത്തിനായി എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് നമ്മളോട് പറയുന്നത്. നിരവധിയായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ രംഗത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ആരോഗ്യരംഗത്തിന് ഞങ്ങള് ഹോമിയോ പോലെ ഡിസ്റ്റൻഷ്യൽ ബിൽഡിംഗ് 45 ലക്ഷത്തിലുള്ള ബിൽഡിംഗ് ഇപ്പൊ പാസ്സായിട്ടുണ്ട് കെട്ടാൻ, ഹോമിയോ ഹോസ്പിറ്റൽ. അതേ മറ്റേ നമ്മളെ സബ് സെന്റർ ഹെൽത്തിൽ അതുപോലെ 2 ഹെൽത്ത് സെന്റർ ബിൽഡിംഗ് ആയിക്കൊണ്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവർക്കായി സഹായ ഉപകരണങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ടോ പഞ്ചായത്തിൽ? ഭിന്നശേഷികൾക്കും അതേപോലെ അവർക്ക് സ്ഥലവും വീടും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു 13 പേർക്ക്, ഒരു 8 പേർക്ക് ഇവർക്ക് വീട് നൽകിയിട്ടുണ്ട്.
പ്രായമായവർക്ക് വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് കട്ടിലുകളെല്ലാം തന്നെ അത്തരത്തിലുള്ള സഹായ ഉപകരണങ്ങളെല്ലാം നൽകുന്നുണ്ടോ? അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടൽ കൊടുത്തുണ്ട്. മറ്റേ ഉപകരണം അവർക്ക് എന്തെല്ലാം വേണം ഈ നമ്മുടെ ആശാ വർക്കർമാർ വെച്ചിട്ട് അവരെ ജോലി ചെയ്തിട്ട് എല്ലാവർക്കും വ്യവസ്ഥ നമ്മൾ ചെയ്തുകൊണ്ടും. തീർച്ചയായും ഒരു മഴക്കാലം എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? മഴക്കാലത്തിന് എല്ലാ ആടെ ഞങ്ങൾ പോയിട്ട് നോക്കി, ഞങ്ങളെല്ലാം പോകുന്നു, ഫീൽഡിൽ പോയിട്ട് നോക്കിക്കൊണ്ടുണ്ട്. നമ്മൾ മറ്റേ അത്ര വലിയ പോയിന്റ് സംഭവം ഇല്ല, വെള്ളം ഇല്ല. ഒരു വാർഡിൽ മാത്രം ഒരു സ്ഥലത്തിൽ 15 പറഞ്ഞ ഒരു സ്ഥലത്തിൽ ഒരു 10 വീട് അവർ കൊല്ല അവരെ ആടിനെ അനുസരിച്ചിട്ട് വേറെ ഒരു സംബന്ധ ബന്ധുക്കളെ വീട്ടിലേക്ക് എത്തുന്നു വെള്ളം വരുന്ന ടൈമിൽ. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ മീഞ്ച ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ അംഗനവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അംഗനവാടികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കുട്ടികൾക്കായി പഠനോപകരണങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ടോ? കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, അവർക്ക് കളിക്കാനുള്ള കളിക്കപ്പീട്ടുകളെല്ലാം നമ്മളെ പഞ്ചായത്തിൽ 24 അംഗനവാടി ഉണ്ട്. അംഗനവാടിക്ക് എല്ലാ സൗകര്യം പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ആണ്. അതെല്ലാം വാടകയിൽ ഒരു ബിൽഡിംഗ് അംഗനവാടി നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല. തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ കളിസ്ഥലം എല്ലാം തന്നെ അനുവദിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അംഗനവാടികൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പഠനോപകരണങ്ങളും എല്ലാം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മീഞ്ച ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് കുടുംബശ്രീ, തൊഴിലുറപ്പ് എന്നിവയെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? കുടുംബശ്രീയുള്ളവർക്ക് എല്ലാ അവർക്കുള്ള ആനുകൂല്യങ്ങൾ സബ്സിഡി വേണമെന്ന് നമ്മൾ എടുത്തു കൊടുക്കും. മറ്റു തൊഴിലുറപ്പ് പദ്ധതിന് നമ്മളെ കൃഷിക്ക് ആദ്യത കൊടുക്കും. തൊഴിലുറപ്പ് പദ്ധതിയിലും നല്ല പ്രവർത്തനം ചെയ്യുന്ന തൊഴിലുറപ്പുകാരുണ്ട് ഞങ്ങളുടെ. അത് നല്ല രീതിയിൽ നടപ്പിൽ വരും. 100 തൊഴിൽ ദിനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ആളുകളുണ്ടോ? ഉണ്ട്. 100 ദിവസം തൊഴിൽ ചെയ്യുന്ന ആളുകൾ അധികമുണ്ട്. തീർച്ചയായും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഒപ്പം തന്നെ തൊഴിൽ സംരംഭങ്ങളെല്ലാം തന്നെ സാധ്യമാക്കിയിട്ടുണ്ടോ പഞ്ചായത്തിൽ? തൊഴിൽ സംരംഭം ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നവർക്ക് തൊഴിൽ സംരംഭം ചെയ്തുകൊണ്ടുണ്ട്. നമ്മളുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അത്തരത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികൾ എന്തൊക്കെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ലഹരി വിരുദ്ധമായിട്ട് നമ്മുടെ സ്കൂളിലെല്ലാം അതിന് വേണ്ട സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം പോയിട്ട് സ്കൂളിനടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. കടക്കാരിൽ പറയുന്നു ഡെയിലി ഇപ്പൊ നമ്മളെ ഇങ്ങോട്ട് റേഞ്ച് പഞ്ചായത്തായിട്ട് മാറി. ഇവിടെ ഒന്നും ലഹരി വിരുദ്ധ പദ്ധതികളെല്ലാം തന്നെ നല്ല രീതിയിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളുകളും യുവാക്കളെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അത്തരത്തിൽ മീഞ്ച ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന മേഖലകളിലും വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും വിജയം കാണാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് നിലവിൽ കരുതിയിരിക്കുന്നത്? ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഈ ഭരണസമിതി നമ്മൾ ചെയ്യുന്ന എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കും. ഒന്നും നമ്മൾ പേടായിട്ട് വന്നത് ഒന്നും ഇല്ല. എല്ലാം നമ്മളെ പദ്ധതി, നമ്മൾ പറഞ്ഞ പദ്ധതി എല്ലാം പൂർത്തീകരിച്ച് നമ്മൾ പോകുക. തീർച്ചയായും അത്തരത്തിൽ പഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലെയും വികസനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ ഹരിത സഭകളെല്ലാം തന്നെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഹരിത പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നു. നമ്മൾ ഒന്നും തെറ്റില്ലാതെ എല്ലാ പോയിട്ടും നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ത്രീകളാണ് സ്ത്രീകളാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത്.
തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ മനോഹരമായിട്ടുള്ള വീടുകളെല്ലാം തന്നെ വച്ച് നൽകാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. PMAY പദ്ധതി പ്രകാരം, ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിരവധി വീടുകൾ ആളുകൾക്ക് വച്ച് നൽകിയിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ലൈഫ് വീട്, PMAY വീട്, എല്ലാ വീടില്ല എല്ലാം നല്ല വീടായിട്ട് നടത്തിയിട്ട് നമ്മുടെ പഞ്ചായത്ത് നല്ല വീടായിട്ട് തീർച്ചയായും നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാസർഗോഡ് ജില്ലയിലെ മീഞ്ച ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി സുന്ദരി അർഷിറ്റ്.